നമുക്കൊന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അടുത്ത് വെച്ചാൽ. കണ്ണൂരിലെ ഇരുവശി എന്ന ഗ്രാമത്തിൽ അയ്യങ്കര ഇല്ലത്താണ് മുത്തപ്പന്റെ ബാല്യകാലം. ശിവഭക്തിയായ പാടിക്കുറ്റി അമ്മയ്ക്ക് കൊട്ടിയൂരിൽ തിരുവഞ്ചേരിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്തിൽ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ് മുത്തപ്പൻ. ഒരു ഇല്ലത്ത് വളർന്നിട്ടും വിചിത്രമായ രീതികളാണ് മുത്തപ്പന്റേത്. നായാടികളുടെ കൂടെ നടന്ന് നായാടുക, കാട്ടുമൃഗങ്ങളെ വേട്ടയാടി മത്സ്യമാംസാദികൾ കഴിച്ചു നടന്ന മുത്തപ്പന്റെ നാട്ടുകാർക്കെല്ലാം ഇഷ്ടമാണെങ്കിലും ഇല്ലത്തെ ആൾക്കാർക്ക് കുറേയേറെ എതിർപ്പായിരുന്നു മുത്തപ്പനോട്. പുത്രസ്നേഹം കാരണം പാടിക്കുറ്റിയമ്മ എല്ലാം പുറത്തു, മകനെ സ്നേഹിച്ചു. അവസാനം നിവൃത്തിയില്ലാതായപ്പോൾ അമ്മ മുത്തപ്പനോട് വീട് വിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ മുത്തപ്പൻ കാലഭൈരവന്റെ രൂപത്തിലുള്ള തന്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു. മുത്തപ്പന്റെ കണ്ണിൽ അഗ്നിയോട് ഭയപ്പെട്ട അമ്മ മകനോട് ഇനിയൊന്നും പൊയ്ക്കണ്ണ് ധരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഹിന്ദു വിശ്വാസപ്രകാരം പരമശിവന്റെ ഒരു പ്രചണ്ഡ രൂപമാണ് കാലഭൈരവൻ. വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം. ഹിന്ദുമതം കൂടാതെ ജൈന ബുദ്ധമതത്തിലും കാലഭൈരവനെ ആരാധിക്കാറുണ്ട്. സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണത്തിൽ ഒന്നാണ് മുത്തപ്പൻ എന്നാണ് പറയപ്പെടുന്നത്. മഹാദേവന്റെ അവതാരമായ ഭൈരവനാണ് മുത്തപ്പൻ എന്നും വിശ്വസിക്കപ്പെടുന്നു.